രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറെ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് ADGP ആയിരുന്ന MR അജിത് കുമാർ. ഇദ്ദേഹം പിണറായിക്ക് വേണ്ടി എല്ലാ മേഖലകളിലും ഇടപെട്ടു എന്നും കുഴലൂത്ത് നടത്തി എന്നുമുള്ള ആരോപണങ്ങൾ അന്നുമുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്ന അവസ്ഥ വരെയുണ്ടായി. ഏറെ ചർച്ച ചെയ്യപ്പെട്ട രക്ഷാപ്രവർത്തനം പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ MR അജിത് കുമാർ പോലീസ് അന്വേഷണ റിപ്പോർട്ട് വ്യാപകമായി തിരുത്തി എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രത്യേകമായി ചേർത്ത SIT ആണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം പേരൂർക്കടയിലുള്ള ADGP ഓഫീസിലേക്ക് DYSPയെ വിളിച്ചു വരുത്തി കേസ് ഡയറിയിൽ വ്യാപകമായ തിരുത്തലുകൾ MR അജിത് കുമാർ നടത്തി എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് കൃത്യമായി SIT കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. തൃശൂർ പൂരം കലക്കിയതിന് നേതൃത്വം നൽകി എന്നതടക്കമുള്ള നിരവധി ആരോപണങ്ങൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് MR അജിത് കുമാറിനെതിരെ ഉണ്ടായിരുന്നു എന്നതും മറ്റൊരു കാര്യമാണ്. ഈ വിഷയത്തിലടക്കം കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ ഇരിക്കുകയാണ് പുതിയ ആഭ്യന്തരമന്ത്രി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മുൻ ആലപ്പുഴ SP നൽകിയ റിപ്പോർട്ടും അന്നത്തെ ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിവെച്ചതായി പുതിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഗൺമാന്മാരുടെ ആക്രമണം ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമല്ല എന്നും ക്രിമിനൽ നടപടിയാണെന്നും പ്രവൃത്തി അവമതിപ്പുണ്ടാക്കി എന്നുമുള്ള മുൻ SP ചൈത്ര തെരേസ ജോണിന്റെ റിപ്പോർട്ടാണ് LDF സർക്കാരിന് വേണ്ടി പൂഴ്ത്തിവെക്കപ്പെട്ടത്. അതിൽ MR അജിത് കുമാർ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു എന്നാണ് ആരോപണം. സംഭവത്തിൽ പുനരന്വേഷണത്തിനായി കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി ഇപ്പോൾ SITക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. UDF സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമായത്. നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ വെച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത് കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. 2023 ഡിസംബറിൽ ഉണ്ടായ സംഭവത്തെ രക്ഷാപ്രവർത്തനം എന്നാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം തുടങ്ങിയെങ്കിലും കൃത്യനിർവഹണം മാത്രമാണ് ഉണ്ടായത് എന്നുള്ള വിചിത്ര റിപ്പോർട്ടാണ് പോലീസ് സമർപ്പിച്ചത്. ഈ കേസുകളിലടക്കം വ്യാപകമായ ഇടപെടലാണ് MR അജിത് കുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയത് എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുകയാണ് ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ്. തീർച്ചയായിട്ടും MR അജിത് കുമാറിനെതിരെ അതുപോലെ തന്നെ ഈ കേസിൽ ഉൾപ്പെട്ട മറ്റ് ആളുകൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒക്കെ തന്നെ നടപടിയുണ്ടാകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടപ്പെടുന്നു. എല്ലാ റിപ്പോർട്ടുകളും അട്ടിമറിക്കുകയും പിണറായി സർക്കാരിന് വേണ്ടി കുഴലൂത്ത് നടത്തുകയും ചെയ്തു എന്നുള്ള ആരോപണമാണ് MR അജിത് കുമാറിനെതിരെ അന്ന് ഉണ്ടായത്. ഇപ്പോഴും അത് നിലനിൽക്കുകയാണ്. പുതിയ പോലീസ് സംവിധാനങ്ങളും പുതിയ ഉദ്യോഗസ്ഥരും ഒക്കെ വരുന്നതോടെ പഴയകാല ഇത്തരത്തിലുള്ള ഇടപാടുകളും ഇടപെടലുകളും ഒക്കെ തന്നെ പുനരന്വേഷിക്കും എന്നുള്ള സൂചനയും ഉണ്ട്.